എന്താ മഴ അല്ലേ? നല്ല മഴ, പണിയില്ല, കാരറില്ല. ഇവിടെ അങ്ങനെ ഒഴിഞ്ഞിരിക്കുക, നല്ല സുഖം അല്ലേ? കൊറേ നേരം ഇരിക്കാൻ വേണ്ടിട്ട് ആരും ആരാ പുറത്തിറങ്ങുന്നത്? മഴത്തൊക്കെ ആരും പുറത്തിറങ്ങാൻ ആരാ വരണേ? ആരപ്പത്? മൂപ്പര എനിക്ക് അല്ലോ മൂപ്പരെ കഥ പറയണ്ട. മൂപ്പരെ കഥ ഒന്നും പറയണ്ട. മറ്റേ ഇവിടെ ബസ്സിൽ നിന്ന് ഇവിടെ എന്താ പൊക്കിയത് അങ്ങനെയൊക്കെ പറയാനായിട്ട് വലിയ സംഭവമായില്ലേ? അതാരായാലും അപ്പുറത്ത് അയാൾക്ക് അടിയിട്ടിയാണ്, വള്ളടിച്ച് കിട്ടിയത്. എന്താ നാളെ കിട്ടി ഒരാഴ്ച എല്ലാം ഇങ്ങോട്ട് പോകുന്നത് നാട്ടിക്ക്. പിന്നെത്താ വള്ളടിച്ച് കിട്ടിയെന്ന് മറ്റേ കാറായിട്ട്. അത് വലിയ സംഭവമൊന്നുമില്ല. കാറിന് ഓട്ടോറിക്ഷ മറ്റേ ചെറിയ മറ്റേ ആക്റ്റീവ് അങ്ങനത്തെ തവളാച്ചി വണ്ടി അങ്ങനത്തെ ആയിട്ട് ഇടുന്ന ആളെ അല്ലല്ല ഒരാഴ്ചൻ്റെ ഉള്ളിലാണ് കാറൊക്കെ വന്നത്. അല്ലാക്കെ അറിയാം എന്താ സംഭവം എന്നുള്ളത്. സാധിക്കാനുണ്ട് കോഴിമൂട് എന്താണ് മസിലുണ്ടാക്കി എന്നിട്ട് ജിമ്മിനാവില്ല. വലിയ വർത്താനം നടത്താൻ കണ്ടാലേ എവിടെ എന്നെ കാണാൻ കിട്ടിയ എന്താ എന്റെ തടിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാ? നമ്മളെ തിന്നാൻ വാങ്ങി കൊടുക്കണ്ടേ? എന്റെ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കോള് വരുന്നുണ്ട്, ഞാൻ പോയി പോവാ. ആയിക്കോട്ടെ. കോള് വന്ന് പറഞ്ഞല്ലോ പോയത്. ആരെങ്കിലും അങ്ങാടിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടാവും. ഓസിക്ക് ചായ കുടിക്കാൻ പോകും തന്നെ. ഒരു ചായ കുടിച്ചാൽ ഒരു പൈസ കൊടുക്കില്ല. ചായ കുടിച്ചാൽ കോള് ഫോൺ കൈ പിടിച്ചാൽ പുറത്തേക്ക് കണ്ടിറങ്ങും. കായ നമ്മൾ കൊടുക്കേണ്ടി വരും. എൻ്റെ ചായ കുറേ കുടിച്ചാണ്. രണ്ടാളും കൂടെ ഇങ്ങനെ ഈ പോണവരും തന്നെയൊക്കെ ഇങ്ങനെ തിന്നായി. അല്ല അതായത് ഇങ്ങനെ അല്ല അങ്ങനല്ല. അല്ല നിങ്ങളിപ്പോ ഞാനിപ്പോ അവിടുന്ന് വരുമ്പോൾ എന്താ പറഞ്ഞില്ലേ ജിമ്മിന് കൊണ്ടുവന്നേ. ജിമ്മിന് പോയിട്ട് എന്നോട് ആരാ പറഞ്ഞേ ഞാൻ ജിമ്മിന് കൊണ്ടുവന്നു? ഓന് പറഞ്ഞേ കൊടുക്കല്ല. ഈ കുറെ ദിവസം സംഭവിക്കില്ല ചങ്ങായിയൊക്കെ ഇത് ഈ കുറെ നാട്ടുകാരെ പറ്റും. ഞാൻ കയറി വരുമ്പോൾ ഇല്ല പറ്റും. നല്ലത് പറഞ്ഞിട്ടാണ്. നല്ലതും പറയണ്ട പറ്റും പറയണ്ട. മേലിൽ ഈ പരിപാടി ഒന്നും ഇപ്പോഴത്തെ കാലത്ത് പുകയറ്റി പറയാനും പറ്റൂല. വല്ലാത്തൊരു അടിയായിപ്പോയി പണ്ട്. ഒന്ന് കിട്ടാൾ കിട്ടി. ഇനിയിപ്പോൾ അടുത്ത കാര്യം വരുമോ നോക്കാം. അതിൻ്റെ ഒരു മറ്റോ കഴിച്ചില്ലായി. വല്ലാത്തൊരു അടിയായിപ്പോയി പന്നി.